സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് മോഷണം ഉണ്ടായിരിക്കുന്നത്. 1:30 മണിയോടുകൂടിയാണ് മോഷണം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. വീടിന് പിറകുവശത്തെ അടുക്കള വാതിലിനോട് ചേർന്നുള്ള ജനൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ളവ മോഷ്ടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീടിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ തൊപ്പിവെച്ച് മുഖം മറച്ച ഒരാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളതായാണ് അറിയുവാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവ കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയിലേക്ക് എത്തുവാനുള്ള തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞതായും മനസ്സിലാക്കുന്നു. പണം നഷ്ടമായിട്ടില്ല, മറിച്ച് വില കൂടിയ വാച്ചുകളും സ്വർണവും വജ്രാഭരണങ്ങളുമാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേസ് എടുത്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും പരിശോധനയുടെ ഫീൽഡിലുണ്ട്. എന്തൊക്കെയാ പോയെന്ന് അല്ലാതെ കുറച്ച് ഗോൾഡ് ഉണ്ട്. ജോഷിയുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകനും കുടുംബാംഗങ്ങളും ജോലിക്കാരുമടക്കം 8 പേരാണ് മോഷണം നടക്കുന്ന സമയത്ത് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. രാവിലെ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായതായി കുടുംബാംഗങ്ങളും ജോലിക്കാരും ഒക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് കടവന്ത്ര പോലീസും SCPയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയത്. വീടിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന CCTVകളെല്ലാം പ്രവർത്തന നിരതമായതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ ഒരാൾ അകത്ത് കയറി മോഷണം നടത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇയാളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും നിഖിലിനൊപ്പം ശ്യാമിലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്. ശ്യാമിലി ശശിധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമിലി, ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആളെ മുഖം വരെ അതിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഒരാൾ മാത്രമാണോ ഇതിന് പിന്നിലുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം? മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് വിവരങ്ങൾ നൽകുന്നുണ്ടോ പോലീസ്? ആര്യ, ആ വിവരം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരാൾ മാത്രമാണോ അല്ലെങ്കിൽ ഒരു സംഘമായാണോ ഈ മോഷണം പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ CCTVയിൽ ഒരാൾ തൊപ്പിവെച്ച് കഴുത്തിലൊരു ഷാൾ അണിഞ്ഞ് വീടിന് പിറകുവശത്തെ അടുക്കള വാതിലിനോട് ചേർന്ന ജനാല വഴി അകത്ത് കയറി മോഷണം നടത്തിയതായിട്ടാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കൃത്യമായും 1:25 ശേഷമാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നും പോലീസ് പറയുന്നു. എന്ത് തന്നെയാണെങ്കിലും ഈ വീടിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളും വീടിന് പരിസരത്തുള്ള കെട്ടിടങ്ങളിലെയും വീടുകളിലെയും ഒക്കെയും CCTV ദൃശ്യങ്ങളൊക്കെയും പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിന് ശേഷം മോഷ്ടാവ് ഏത് ദിശയിലേക്കാണ് നീങ്ങിയത്, ഇവരുടെ ഒരു സംഘം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ല ഒരാൾ മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ CCTV ദൃശ്യങ്ങൾ വീട്ടുകാരെ കാണിച്ചതിന് ശേഷം ഈ ജോഷി അടക്കമുള്ള കുടുംബാംഗങ്ങളോ ജോലിക്കാരോ ആരും തന്നെ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ആണോ മോഷണം നടത്തിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു അതിക്രമമോ വീടിനകത്തേക്കുള്ള പ്രവേശിക്കലോ മോഷണമോ ഒക്കെയാണോ നടന്നിരിക്കുന്നത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകളെയൊക്കെയും നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ACP രാജ്കുമാർ നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ആര്യ.